എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇതുപോലുള്ള ഒരു പൊട്ടിയ സ്റ്റൂളിൻ്റെ റീയൂസ് ഐഡിയ ആയിട്ടാണ്. നമുക്ക് അറിയാലോ, ചില സമയത്ത് ഇങ്ങനത്തെ സ്റ്റൂളിൽ നമ്മൾ കയറി നിൽക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് പൊട്ടിപ്പോവും. പിന്നെ കുറച്ചൊക്കെ അധികം പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ കയറാനും പിന്നെ അത് ഇരിക്കാനൊക്കെ ഒരു പേടിയായിരിക്കും. പിന്നെ എന്തെങ്കിലും വെക്കാനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അതല്ലാതെ ഇതുകൊണ്ടൊരു റീയൂസ് ഐഡിയ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്തായാലും അത് നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണുക. എന്നിട്ട് ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ഒരു കാര്യം, പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. ഇനിയപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം ഇപ്പോൾ ഞാനൊരു 4 പീസ് കട്ടിയുള്ള പേപ്പറാണ് വേണ്ടത്. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കാർഡ്ബോർഡ് കട്ടിയുള്ളതുണ്ടെങ്കിൽ ഒരു 4 പീസ് കട്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഇതിപ്പോൾ ഒരു ഫ്ലക്സിൻ്റെ ഒക്കെ ഒരു പീസാണ്, ഇതിവിടെ ഉണ്ടായിരുന്നതാണ്. അതിൽ നിന്ന് ഞാനൊരു 4 പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ സ്റ്റൂളിനൊന്ന് തിരിച്ചിടാം. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത പീസുകൾ ഒന്ന് ഒട്ടിച്ചെടുക്കണം. നിങ്ങൾക്ക് ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സൂപ്പർ ഗ്ലൂ അല്ലെങ്കിൽ ഫെവിക്കോൾ ഇങ്ങനത്തെ ഗമ്മുകളൊക്കെ യൂസ് ചെയ്യാം. ഫെവിക്കോളൊക്കെ ആകുമ്പോൾ കുറച്ച് സമയം നമ്മളത് ഒട്ടുന്നവരെ പിടിച്ച് നിൽക്കേണ്ടി വരും. ഗ്ലൂ ഗൺ ആകുമ്പോൾ പെട്ടെന്ന് ഒട്ടും, അതാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ്. ഞാനിപ്പോൾ ആ ഒരു 4 പീസും ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത്ര വീതിയിൽ ഒട്ടിക്കണം എന്നില്ല, കറക്റ്റ് നമുക്ക് ആ താഴെ ഭാഗം ഒരു നല്ല ലെവലായിട്ട് കിട്ടണം. ഇതിൻ്റെ ഒരു പകുതി വീതിക്കായാലും പ്രശ്നമൊന്നുമില്ല, കറക്റ്റായിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി. നല്ല കട്ടിയുള്ള കാർഡ്ബോർഡ് ആയിരിക്കണം എന്ന് മാത്രം. പിന്നെ ഒരു കാര്യം, ചില സ്റ്റൂളുകൾ ഫുള്ള് സൈഡ് ഓപ്പൺ ആയിട്ടുള്ളത് ഉണ്ടാവും. ഇതിപ്പോൾ ഈ ഒരു മോഡലാണ്, അല്ലെങ്കിൽ മറ്റേ പണ്ടൊക്കെ ഉണ്ടായിരുന്ന ഒരു മോഡലില്ലേ, അങ്ങനത്തെ സ്റ്റൂളാണെങ്കിൽ നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ കുറച്ചും കൂടി അധികം കാർഡ്ബോർഡിൻ്റെ പീസ് കുറച്ചുകൂടി വീതിക്ക് ഒട്ടിച്ചു കൊടുക്കേണ്ടി വരും. ഫുള്ള് കവർ ചെയ്തില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് ഇട്ടിട്ട് പീസുകൾ ഇങ്ങനെ റൗണ്ടിൽ ഒട്ടിച്ച് കൊടുത്തിട്ട് ആ ഒരു ലെവൽ ശരിയാക്കിയാൽ മതി. ഇനി ഞാൻ ആ ഒരു താഴെ ഭാഗത്തിൻ്റെ ആ ഒരു അളവെടുത്തിട്ട് അതിന് വേണ്ടിയിട്ടൊരു കറക്റ്റ് ഒരു പീസ് കൂടി വരച്ചെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതിൻ്റെ ഉള്ളിൽ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പഴയ ടോപ്പ് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ പഴയ യൂസ് ചെയ്യാത്ത ടോപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ തുണി വെച്ച് കവർ ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടായാലും നമുക്ക് ഉള്ളിൽ കവർ ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഉള്ളിലിങ്ങനെ ടോപ്പ് വെച്ച് കൊടുത്തതിന് പകരം നിങ്ങൾക്ക് ഒന്നുകിൽ പ്ലാസ്റ്റിക് കവർ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ വലിയ കവർ ജസ്റ്റ് നമ്മൾ വേസ്റ്റ് ബാസ്ക്കറ്റിൻ്റെ ഒക്കെ ഉള്ളിൽ വെക്കുന്ന പോലെ ഇങ്ങനെ ഉള്ളിൽ വെച്ച് കൊടുത്താലും മതി. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ലെവലാക്കി കൊടുത്താൽ മതി. ഇനി ഇതുപോലെ പുറം ഭാഗവും കവർ ചെയ്യാനായിട്ട് ഞാൻ വേറൊരു ടോപ്പ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് വെച്ചിട്ട് ഞാൻ പുറം ഭാഗം കവർ ചെയ്യാണ്. ഇതുപോലെ തുണി കവർ ചെയ്തിട്ട് ബാക്കിൽ ഒട്ടിക്കണം എന്നൊന്നുമില്ല. വെറുതെ സിമ്പിളായിട്ടൊരു തുണിയുടെ പീസ് ഒട്ടിച്ചാലും മതി. അഥവാ ഒന്നും ഒട്ടിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ ആ ഒരു ടോപ്പ് ഒട്ടിച്ച് വെച്ചതിൻ്റെ ഇത് അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടി ഒരു ലേസും കൂടി ഇതിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ പൊട്ടിയ സ്റ്റൂൾ വെച്ചിട്ടുള്ള അടിപൊളി ബാസ്ക്കറ്റാണ് ഇവിടെ റെഡി ആയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കവർ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് ലോണ്ടറി ബാസ്ക്കറ്റായിട്ട് മുഷിഞ്ഞ തുണിയൊക്കെ ഇട്ട് വയ്ക്കാനായിട്ട് യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ കുട്ടികളുടെ ടോയ്സ് ഇട്ട് വയ്ക്കാനുള്ള ബാസ്ക്കറ്റാക്കി മാറ്റാം. അതും അല്ലെങ്കിൽ നമുക്ക് തുണികളൊക്കെ വേണമെങ്കിൽ മടക്കി വയ്ക്കാം. എന്നും യൂസ് ചെയ്യുന്ന തുണികൾ ഇട്ടാൽ മതി. അപ്പോൾ അധികം പൊടി പിടിക്കുന്ന പ്രോബ്ലം ഇല്ലല്ലോ. അപ്പോൾ എന്തായാലും അതൊക്കെ നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് ചെയ്യുക.
ഇന്നത്തെ ഈ കൊച്ചു റിയൂസ് ഐഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. വീട്ടിൽ ഇതുപോലത്തെ സ്റ്റൂളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ ഇനി ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴായാലും നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം, മനസ്സിൽ വെച്ചാൽ മതി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും അതിന് നേരെ വരുന്ന ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ എനേബിൾ ആക്കാനും മറക്കരുത്. എന്നാലേ നമ്മൾ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. പിന്നെ നമ്മുടെ പുതിയ ചാനലായിട്ടുള്ള പ്രാർത്ഥനാസ് വേൾഡും ഒന്ന് കണ്ടു നോക്കി സപ്പോർട്ട് ചെയ്യണം. ഇനിയപ്പോൾ നാളെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നന്ദി.